ഇറാന്റെ മിസൈൽ ആസ്ഥാനം ആക്രമിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സെൻകോം എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തിവരുന്ന സംയുക്ത സായുധ നടപടിയെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിലാണ് സെൻകോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഈ ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇറാന്റെ മിസൈൽ പദ്ധതിയുടെ ദീർഘകാല ശേഷിയും പുനർനിർമ്മാണവും ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കൂടെ അദ്ദേഹം പറയുന്നു. ഇറാനിയൻ നാവികസേനയെ മുഴുവൻ സമുദ്രത്തിൽ മുക്കുന്ന ദൗത്യത്തിൽ നിന്നും അമേരിക്ക പിന്മാറില്ലെന്നും അഡ്മിറൽ കൂപ്പർ പ്രസ്താവിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വിമാനവാഹിനി കപ്പലിന്റെ വലുപ്പമുള്ള ഡ്രോൺ വാഹിനിയെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നും അതിനെ മുക്കിയതായും അദ്ദേഹം പറയുന്നു. സൈനിക നീക്കത്തിന്റെ ദൃശ്യങ്ങൾ സെൻകോം പുറത്തുവിട്ടു. ആ വീഡിയോയിൽ ഇറാനിയൻ കപ്പൽ അമേരിക്കൻ സേനയുടെ ആക്രമണത്തിൽ പുകയിൽ മുങ്ങിയിരിക്കുന്നതായി കാണാം. ഈ ആക്രമണങ്ങൾ കൂടാതെ കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ ഏകദേശം 200 ഇറാനിയൻ ലക്ഷ്യങ്ങൾ അമേരിക്ക ആക്രമിച്ചതായി സെൻകോം കമാൻഡർ ബ്രാഡ് കൂപ്പർ പറഞ്ഞു. ടെഹ്റാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണ ശേഷി ഗണ്യമായി കുറഞ്ഞതായും അദ്ദേഹം പറയുന്നു. ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ 90%, ഡ്രോൺ ആക്രമണങ്ങൾ 83% കുറഞ്ഞതായും ഭാവിയിൽ ഇറാനിയൻ മിസൈൽ ഉൽപാദന ശേഷി തങ്ങൾ പൂർണ്ണമായും തകർക്കും എന്നുമാണ് കൂപ്പർ അവകാശപ്പെടുന്നത്. എന്നാൽ യാതൊരു കുലുക്കവുമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടരുകയാണ് ഇറാൻ. ഇന്ന് പുലർച്ചെ സൗദിയിലേക്ക് വീണ്ടും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിലേക്ക് വിക്ഷേപിച്ച 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമ പ്രതിരോധ സേന തടഞ്ഞു. പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിലേക്ക് വിക്ഷേപിച്ച 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമ പ്രതിരോധ സേന തടഞ്ഞ് നശിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അൽഖർജ് ഗവർണറേറ്റുള്ള വ്യോമത്താവളത്തിന് നേരെയാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞു. ആർക്കും പരുക്കോ നാശനഷ്ടമോ ഇല്ലെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അൽഖർജ് ഗവർണറേറ്റിന് കിഴക്ക് ഒരു ക്രൂയിസ് മിസൈൽ തടഞ്ഞതായും സൗദി വക്താവ് പറയുന്നു. റിയാദിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ തെക്ക് കിഴക്കായി അൽഖർജിന് പുറത്ത് 3 ക്രൂയിസ് മിസൈലുകളും ഗവർണറേറ്റിന് സമീപം 3 ഡ്രോണുകളും സൗദി വ്യോമ പ്രതിരോധ സേന തടഞ്ഞതായി വ്യാഴാഴ്ച ഒരു വക്താവ് അറിയിച്ചിരുന്നു. മേഖലയിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ ശൃംഖലയെ ലക്ഷ്യമിട്ട് ഇറാൻ വലിയ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോർദാൻ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ റഡാർ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടതായി പുതിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ സഹായിക്കുന്ന അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ റഡാറുകൾ. ജോർദാനിലെ മുവക്കാഫ് സാൽത്തി വ്യോമത്താവളത്തിലാണ് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഡാർ കേന്ദ്രത്തിന് സമീപം 13 അടിയോളം വീതിയുള്ള ഗർത്തങ്ങൾ കണ്ടെത്തി. UAEയിലെ റുവൈസ്, സാദർ എന്നീ സൈനിക കേന്ദ്രങ്ങളിലും സമാനമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ ഏകദേശം 7ഓളം കെട്ടിടങ്ങൾ തകർത്തിട്ടുണ്ട്. മൊബൈൽ റഡാറുകൾ സൂക്ഷിച്ചിരുന്ന വാഹന ഷെഡുകൾക്ക് പ്രധാനമായും ആഘാതമേറ്റിട്ടുണ്ട്. ഖത്തറിലെ ഉംദഹലിലുള്ള അമേരിക്കൻ നിർമ്മിത റഡാർ കേന്ദ്രത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.